പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ സമരത്തിനൊരുങ്ങി ബി.ജെ.പി. NDA സഖ്യം. കേരളം വീണ പതിറ്റാണ്ട് എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭം സംഘടിപ്പിക്കും. പ്രക്ഷോഭ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 26-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കും. കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതിക്കും ദുർഭരണത്തിനും സ്വജനപക്ഷപാതത്തിനും അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പി. പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. സംസ്ഥാന വ്യാപകമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ പരിപാടികൾക്കാണ് ബി.ജെ.പി. ഒരുങ്ങുന്നത്. കേരളം വീണ പതിറ്റാണ്ട് എന്ന പേരിലാണ് പ്രക്ഷോഭം സംഘടിപ്പിക്കുക. ഈ മാസം 26-ാം തീയതി പ്രക്ഷോഭത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കും. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ രാജീവ് ചന്ദ്രശേഖർ ധർണ ഉദ്ഘാടനം ചെയ്യും. 10-ാം വർഷത്തിലേക്ക് കടക്കുന്ന സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് നയിച്ചിട്ടുള്ള പിണറായി സർക്കാരിനെതിരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിനാണ് ഞങ്ങൾ നേതൃത്വം നൽകുന്നത്. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന ഒരു പ്രധാന മുദ്രാവാക്യം കേരളം വീണ പതിറ്റാണ്ട് എന്നുള്ളതാണ്. അതിന്റെ എല്ലാ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ഗവൺമെന്റിന്റെ 10 വർഷത്തിലേക്ക് 10-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അത് മകളും മരുമകനും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിലർ മാത്രമാണ് ഈ സർക്കാരിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. അന്നേ ദിവസം തന്നെ എല്ലാ ജില്ലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധ തീജ്വാല എന്ന പേരിൽ ബി.ജെ.പി. മാർച്ചും സംഘടിപ്പിക്കും. NDAയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന നേതാക്കന്മാർ അതിൽ പങ്കെടുക്കും. ഈ മെയ് 26-ന് തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ തീജ്വാല എന്നൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് പഞ്ചായത്തുകളില് വളരെ ശക്തി പ്രകടനങ്ങള് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളം നേരിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായി പിണറായി സർക്കാർ മാറിയെന്ന് P.K. കൃഷ്ണദാസ് വിമർശിച്ചു. ദുരന്തം ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആരും ആഗ്രഹിക്കില്ലെന്നും പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്നതുവരെ ബി.ജെ.പി. NDA സഖ്യം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും P.K. കൃഷ്ണദാസ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം.